ഹായ് എവ്രിവൺ, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എങ്ങനെ മയിൽപ്പീലി ഉപയോഗിച്ച് ഒരു ഡിസൈൻ വർക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ മയിൽപ്പീലി നമ്മൾ മിറർ വർക്കുമാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് തുന്നേണ്ട ആവശ്യമൊന്നുമില്ല മിറർ വർക്കിന്. ജസ്റ്റ് നമുക്ക് ഗ്ലൂ പിന്നെ കുറച്ച് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് മിറേഴ്സാണ്. നമുക്ക് എങ്ങനത്തെയാ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ എടുക്കാം. കൂടുതലും എളുപ്പം റൗണ്ട് ഷേപ്പിലുള്ളത് എടുക്കുന്നതാണ്. അതും ചെറിയ ചെറിയ മിറേഴ്സ് എടുക്കുന്നതാണ് നല്ലത്. അടുത്തത് നമുക്ക് വേണ്ടത് ഫെവിക്രിൽ ലിക്വിഡ് എംബ്രോയിഡറി എന്ന് പറയുന്നതാണ്. ഇത് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിന് 22 രൂപയാണ് ഉള്ളത്. സോ ഞാൻ ഓൾറെഡി ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടുള്ള മിറർ വർക്കാണ്. അത് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. സോ ഇത് ഒരെണ്ണമായിട്ട് മേടിക്കുകയാണെങ്കിൽ 22, ഒരു പാക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറവ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു പാക്കായിട്ടാണ് മേടിക്കേണ്ടായത്. പിന്നെ നമുക്ക് മയിൽപ്പീലി വേണം. മയിൽപ്പീലി വെച്ചിട്ടുള്ള ഡിസൈൻ വർക്കാണല്ലോ നമ്മൾ ചെയ്യണത്. മയിൽപ്പീലി ഇതിപ്പോൾ ഞാൻ പൂരപ്പുറമെന്ന് മേടിക്കേണ്ടായതാണ്. ഒരെണ്ണത്തിന് 10 രൂപയാണ് അങ്ങനെയാണ് കിട്ടേണ്ടായത്. പിന്നെ ഒരു 5 എണ്ണം മേടിച്ചപ്പോൾ ഒരെണ്ണം ഫ്രീ തരികയും ചെയ്തു. കുറച്ചൊക്കെ നമ്മൾ പെശങ്ങി കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് കുറച്ച് തരും. പിന്നെ ഇത് കൂടാണ്ട് ആമസോണിൽ മയിൽപ്പീലി അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെ മേടിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ആമസോണിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണത്തിന് എത്ര രൂപയായിരുന്നു, ഒരെണ്ണത്തിന് 12-13 രൂപ പോലെ ആണ്. ഏകദേശം അത്ര രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പൂരപ്പുറമെന്ന് മേടിക്കുന്നതാണ് നല്ലത്. നമുക്ക് പിന്നെ വലിയ മയിൽപ്പീലിയൊന്നും വേണ്ട, ചെറിയ മയിൽപ്പീലി കിട്ടിയാലും മതി. അപ്പോൾ ചെറിയ മയിൽപ്പീലിക്ക് കുറച്ചും കൂടി വില കുറവിൽ കിട്ടും. ഇനി നമുക്ക് മയിൽപ്പീലി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അതായത് കുറച്ച് അറ്റത്തായിട്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ ആ ഗ്രീൻ കളർ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടുള്ള ഫെദേഴ്സ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റാം. ബേസിക്കലി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാബ്രിക്കിൽ തുണിയിൽ ഈ മയിൽപ്പീലി ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇടയിൽ ഗ്യാപ്പ് ഒന്നും പാടില്ല. അപ്പോൾ ഈ നീളത്തിൽ നിൽക്കുന്ന ഫെദേഴ്സ് നമുക്ക് ഒട്ടിക്കാനും പ്രയാസമാണ്. അത് മാത്രമല്ല അതിലൂടെ ഫാബ്രിക് കാണുകയും ചെയ്യും. അത് മാത്രമല്ല അത് അത്ര ഭംഗി ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല അത് കാണാനായിട്ട്. അത് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ വരച്ചു കൊടുത്ത് ഫില്ല് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഞാൻ എൻ്റെ സെറ്റ് സാരിയിൽ ചെയ്തത്. പക്ഷെ അത് അത്ര ഭംഗിയായി എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാണ്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തൊരു, അതായത് ഇടയിൽ ഗ്യാപ്പില്ലാത്ത പോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ ഭംഗിയായതുകൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. സോ ഇനി ഞാനിപ്പോൾ ബ്ലൗസിലാണ് വെക്കുന്നത്. നമ്മുടെ ബ്ലൗസിലാണ് വെച്ച് ചെയ്യാൻ പോണ ഈ വർക്ക്. ഞാൻ പറയുകയാണെങ്കിൽ സാരിയാണ് ദി ബെസ്റ്റ്. എനിക്ക് സാരിയിലാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് ബ്ലൗസിൽ 1-2 വെച്ച് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാൻ ദി ബെസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്ലൗസ് പീസോ ഈവൻ ചുരിദാറിൻ്റെ നടുക്കോ അവിടെയൊക്കെ ആയിട്ടൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് സാരിയിൽ വെച്ചാലും മതി. അപ്പോൾ ബ്ലൗസിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഡിസൈൻ വേണ്ടത്, എങ്ങനെയാണ് ഒരു പാറ്റേൺ വേണ്ടത് വെച്ചാൽ അതേപോലെ ഒന്ന് മയിൽപ്പീലി ആദ്യം വെച്ച് നോക്കിയതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ ഉണ്ട്. അത് ഒരു 20 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട്. അപ്പോൾ അത് മേടിക്കുക. ഫാബ്രിക് ഗ്ലൂ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിക്കാം. സോ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മയിൽപ്പീലിയുടെ ഇടയിൽ കൂടെ ഫാബ്രിക് കാണുന്നേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ മീതയ്ക്കുള്ള ഫെദേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഫാബ്രിക് കാണും. അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എത്രയും കുഞ്ഞായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും രസമായിട്ടുണ്ടാവും ഡിസൈൻ കാണാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പാറ്റേണിലാണ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, എങ്ങനെയാണോ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. 3 എണ്ണം വെച്ചാൽ മതിച്ച അങ്ങനെ 3 എണ്ണം വെക്കുക, 2 എണ്ണം മതിച്ച അങ്ങനെ, ഒറ്റൊരെണ്ണം വെച്ചാൽ മതിച്ച അങ്ങനെ, അതേപോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 4 എണ്ണം ഇതേപോലെ ഫാബ്രിക് ഗ്ലൂ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ഒട്ടിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് സ്റ്റിക്കായി ഇരിക്കും. ഇത് പോവൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് മുക്കിയെടുക്കാൻ പറ്റുമെന്നല്ലാണ്ട് കുത്തിത്തിരുമ്പാനോ അങ്ങനെ ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാരിയിൽ ചെയ്യണതാവും നല്ലത്. സാരിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര അധികം വാഷ് ചെയ്യേണ്ട ഒരു കേസ് വരുന്നില്ലല്ലോ. നമുക്കൊരു 5-6 തവണ അല്ലെങ്കിൽ ഒരു 6-7 തവണ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും പതുക്കെ ഒന്ന് മുക്കിയെടുത്താലും കുഴപ്പമില്ല. ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായി എന്ന് വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാരി ആയിരിക്കും നല്ലതെന്ന്. പക്ഷെ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പീകോക്ക് ഫെദേഴ്സിൻ്റെ ചുറ്റുമായിട്ട് ഈ മിറേഴ്സ് പ്ലേസ് ചെയ്യാണ്. സോ ഞാൻ റൗണ്ട് ആയിട്ടുള്ള മിറേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. സ്ക്വയർ ഷേപ്പിൽ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അതും എടുക്കാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ട് തോന്നുന്നത് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മിറേഴ്സ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. പ്ലേസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഭാഗമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒട്ടിക്കുകയാണ് നല്ലത്. ആദ്യം തന്നെ ഒട്ടിക്കണേക്കാളും. അപ്പോൾ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇനിയിപ്പോൾ ഞാൻ പ്ലേസ് ചെയ്തിട്ട് എനിക്ക് ഏകദേശം കറക്റ്റായിട്ട് കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ മിറർ സ്റ്റിക്ക് ചെയ്യാണ്. ഇത്
നന്നായിട്ട് സ്റ്റിക്കായി നിന്നോളും, പുറത്തേക്ക് വരുമൊന്നുമില്ല. അപ്പോൾ അത് പേടിക്കേണ്ട. കുത്തി തിരുമ്പാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇത് കംപ്ലീറ്റ് മിറേഴ്സ് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. സോ വൺസ് ഇത് ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെവിക്രിലിൻ്റെ ലിക്വിഡ് എംബ്രോയിഡറി എടുത്തിട്ട് ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് കൂടുതലും നല്ലത് ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മയിൽപ്പീലിയിൽ ബ്ലൂ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ഈ മിറർ വർക്ക് ചെയ്യുമ്പോൾ ബോർഡറായിട്ട് ഈ ബ്ലൂ കളർ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അങ്ങനെയില്ല, നമുക്ക് ഏതാണ് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ, ഏത് കളർ സാരിയാണ്, ഏത് കളർ ബ്ലൗസാണ്, കോൺട്രാസ്റ്റ് ആണോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് അതിന് ഔട്ട്ലൈൻ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട്, അതിലൊരു വേറെ തരത്തിലാണ് ഞാൻ ഇതേ സെയിം ലിക്വിഡ് എംബ്രോയിഡറി ഉപയോഗിച്ചിട്ട് മിറർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ, അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഐഡിയ കിട്ടും. ഇവിടെ നമ്മൾ അതുകൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുക തന്നെയാണ് ചെയ്യണത്, വരയ്ക്കുകയാണ് നല്ലത്. ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇത് വെച്ചിട്ട് പ്ലേസ് ചെയ്യണേക്കാളും നല്ലത് വരയ്ക്കുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. അത് മാത്രമല്ല ഒരുപാട് ചിലവാവില്ല. ആദ്യം ഗ്ലൂ വെച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് മാത്രം ഈ ലിക്വിഡ് എംബ്രോയിഡറി എടുക്കുമ്പോൾ അത് ഒരുപാട് ചിലവായി പോവില്ല, വേസ്റ്റായി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനും ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് സമയമെടുക്കും, നല്ല ക്ഷമ വേണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ ഇത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. സോ ഞാൻ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു, ബാക്കിലത്തെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്ലീവ്സിൻ്റെ ഭാഗത്തേക്കാണ് ചെയ്യാൻ പോകുന്നത്. സ്ലീവ്സിൻ്റെ ഭാഗത്ത് ഞാൻ ഒറ്റൊരു മയിൽപ്പീലി മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഇത് ചെയ്യുമ്പോൾ പിൻവശത്ത് ഒരു പേപ്പർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നിലത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗം ചിലപ്പോൾ താഴേക്ക് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് താഴെ ഒരു ന്യൂസ് പേപ്പർ വെക്കുക, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ക്ലോത്ത് വെക്കുക. അതിനുശേഷം മാത്രം ഇത് ചെയ്താൽ മതി. സോ വൺസ് ബാക്കിലത്തെ കംപ്ലീറ്റ്ലി കഴിഞ്ഞതിന് ശേഷം മാത്രം സ്ലീവ്സിലേക്ക് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആകെ മെസ്സപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 2 ദിവസം വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സോ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ പിൻവശത്ത് റിവേഴ്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അയേൺ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോവില്ല, ഇത് അങ്ങനെ തന്നെ നിൽക്കും. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക ഡിസൈൻ. ഇതേപോലെ തന്നെ ഞാൻ മറ്റേ സ്ലീവ്സിലും ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്, എൻഡ് റിസൾട്ട് ഭയങ്കര നല്ലതാണ്. സോ ഞാൻ നേരത്തെ കാണിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ്. ഇതേപോലെ ഒരു പീസ് പേപ്പർ വെക്കുക കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്ലൂ ഒന്നില്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് തുണിയാണെങ്കിൽ അതിലൊട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ നിലത്താ വെക്കണമെന്ന് വെച്ചാൽ നിലത്തൊട്ടിപ്പിടിക്കും പിടിക്കും. അതുകൊണ്ട് ഒരു വേസ്റ്റ് തുണിയോ പേപ്പറോ വെക്കുക. സോ അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ പോരാ, എന്തായാലും 1 മണിക്കൂറോളം എടുക്കും. പിന്നെ ഇത് അവസാനം ആകുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ ലിക്വിഡ് എംബ്രോയിഡറി പുറത്തേക്ക് വരുള്ളൂ, തീരാറാവില്ല അപ്പോഴേക്കും. സോ അതൊരു ബുദ്ധിമുട്ടൊഴിച്ചാൽ, പക്ഷേ എൻഡ് റിസൾട്ട് വളരെ രസമാണ്. എസ്പെഷ്യലി ഇത് സാരിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ബ്ലൗസിലും ചെയ്യാം, ബ്ലൗസിലും നല്ല രസം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കഴുകാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കുഴപ്പമില്ല. ഒരു 1-2 തവണ ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനാണെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല.
ബ്ലൗസിൽ ചെയ്താലും കുട്ടികളുടെയിലൊക്കെ ചെയ്യാം. ഞാൻ വേറൊരു തരത്തിലും കൂടി മയിൽപ്പീലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണതായിരിക്കും. ഇനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് എനിക്ക് പിക്ചർ മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അത് ഷെയർ ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും അത് കണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ എനിക്ക് സെൻഡ് ചെയ്ത് തരിക എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കാണുന്ന ആൾക്കാർക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.